മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞെരുക്കം അനുഭവപ്പെടുകയുണ്ടായി. ഇതിപ്പോഴും തുടരുകയാണ്. കേന്ദ്രത്തെ പഴിചാരി സംസ്ഥാന സർക്കാർ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്, ഞാനെല്ലാം വായിക്കുന്നില്ല. പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്തിന് അനുകൂലമല്ലാത്ത നിലപാട് കേന്ദ്രം സ്വീകരിച്ചതുകൊണ്ടാണ് ഇതൊന്നും കൊടുക്കാൻ കഴിയാഞ്ഞത്. എങ്കിലും ഞങ്ങൾ കൊടുക്കുമെന്ന് മാത്രവുമല്ല, 1600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 2000 രൂപയിലേക്കോ 2500 വർദ്ധിപ്പിക്കുമെന്ന സൂചനയും നൽകുന്നു മുഖ്യമന്ത്രി. എങ്ങനെയാണ് ഈ പ്രസ്താവനയെ കാണേണ്ടത് JR പത്മകുമാർ? താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അതിന് ഉത്തരമുണ്ട്. കാരണം സ്വന്തം കഴിവുകേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു കേന്ദ്രം തന്നില്ലെങ്കിലും ഞങ്ങളത് കൊടുക്കും എന്ന്, ഞങ്ങളത് കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. എങ്കിൽ നേരത്തെ ആ ഒരു ശ്രമം നടത്താതിരുന്നതൊരു അക്ഷന്തവ്യമായൊരു കുറ്റമല്ലേ? മുഖ്യമന്ത്രി ഇത് നിരവധി തവണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാമ്പത്തികം കേന്ദ്രം ഞെരുക്കുന്നു നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആ സെയിം കാര്യങ്ങളാണ് വീണ്ടും ഇപ്പോൾ അരുൺകുമാർ ഉൾപ്പെടെ ഈ ചാനൽ ചർച്ചയിൽ പറയുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നല്ല രസമുള്ള കാര്യമാണ്, കേൾക്കാൻ വളരെ സുഖമുള്ള കാര്യമാണ്. നൗഷാദ് അലി പറഞ്ഞതുപോലെ നിരവധി തവണ നിയമസഭയിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം വളരെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് വെള്ള പേപ്പറിനകത്ത് പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് രുചിച്ച് നോക്കിയാൽ അത് മധുരിക്കില്ല, പഞ്ചസാര ആണെങ്കിൽ മാത്രമേ മധുരിക്കൂ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ആളുകളെ സൂചിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പെൻഷൻ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്, സന്തോഷകരമായ കാര്യമാണ്. ക്ഷേമ പെൻഷൻ കൂടുതൽ കൊടുക്കണം, കഴിയുമെങ്കിൽ കൊടുക്കണം. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ നമുക്കത് എങ്ങനെ കൊടുക്കാൻ കഴിയും, ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ വരവും ചിലവും മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത്. കേരളത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു വലിയ ഗൗരവതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നിലനിർത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കുകയോ നമ്മുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ ബലഹീനമാക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകും എന്നുള്ളതിൽ യാതൊരു മൂലധന നിക്ഷേപം ശേഷം എങ്ങനെയുണ്ടായി? ഉത്തരം കണ്ടെത്തേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകണം. 2004 മുതൽ 2014 വരെ ഈ സംസ്ഥാനത്തിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ 2004 മുതൽ 2014 വരെ ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള നമ്മുടെ ടാക്സ് ഗവൺമെൻറ്റിൻ്റെ സഹായം, ഗ്രാൻഡ് ആയാലും എയ്ഡായാലും നികുതി വിഹിതമായാലും ഇതൊന്ന് കണക്കാക്കണം. അതേസമയം 2014 മുതൽ 2024 വരെ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഏതൊക്കെ രീതിയിലാണ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കോമ്പൻസേഷൻ, മറ്റ് GST എല്ലാം നമ്മൾ ഒരു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പൊള്ളത്തരം. ഞാൻ ഓരോന്നായിട്ട് കാര്യം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഇവർ പറയുന്ന കാര്യം പ്രധാനമായിട്ട് പറയുന്നത് കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് ബാറോയിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് മോണിറ്റർ ചെയ്യും, കേന്ദ്രം മോണിറ്റർ ചെയ്യും, RBI മോണിറ്റർ ചെയ്യും, CAG മോണിറ്റർ ചെയ്യും. അപ്പോൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ അത് മൊത്തത്തിൽ യൂണിയനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ വരും. അത് ഭരണഘടനാപരമായിട്ടുള്ള റെസ്ട്രിക്ഷനാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം നിലപാടല്ല. നമുക്കറിയാം, ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഓരോ വർഷവും എത്രയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടത്. അതിനൊരു കാറ്റഗറി ഉണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനങ്ങളിലേക്ക് വരും. MLA-മാരെ, MP-മാരെ, മറ്റ് ജനപ്രതിനിധികളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ, മുഖ്യമന്ത്രിയെ, പ്രതിപക്ഷ നേതാവിനെ എല്ലാവരെയും കണ്ട് ചർച്ച ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ദിവസം മോഡി കേന്ദ്ര പ്രധാനമന്ത്രി ഇരുന്നുകൊണ്ട് സംസ്ഥാനത്തിന് ഇത്ര കൊടുക്കുക എന്നുള്ള ടാക്സ് റെവല്യൂഷൻ ആയാലും ഈ സർക്കാർ 2021 ഭരണത്തുടർച്ച നേടിയത് ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നും സ്കൂളുകളും ആശുപത്രികളും മെച്ചപ്പെട്ടതാക്കിയുമാണ് എന്ന തിരിച്ചറിവ് മറ്റാരേക്കാളും അധികം BJPക്കുണ്ടായി. അതുകൊണ്ട് ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നേരെ ക്ഷേമ പെൻഷൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. അതാണ് കിഫ്ബിയുടെ കഴുത്തിൽ കയറി പിടിച്ചത്.
പെൻഷൻ കൊടുക്കുന്നു 1200 പേർക്ക്, അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. കേന്ദ്ര സർക്കാർ സഹിക്കുന്നില്ല. അങ്ങനെ പെൻഷന്റെ ബോർഡിന്റെ കഴുത്തിൽ കയറി പിടിച്ചു. രണ്ടിന്റെയും കൂടി കടമെടുത്ത് നേരെ കേരള സർക്കാരിന്റെ തലയ്ക്ക് വെച്ചിട്ട് അത് 2016 മുതലുള്ള ഒരു വലിയ കുടിശ്ശികയായി നിങ്ങൾ മുൻകാല പ്രാബല്യത്തോടു കൂടി കൊണ്ടുവന്നു. കേട്ടുകേൾവിയുണ്ടോ JR പത്മകുമാർ? ഇത് കേന്ദ്ര സർക്കാരിന് എടുക്കാം, NHAയുടെ പേരിൽ പുറത്തു എടുക്കാം, സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതെന്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, BRBM ആക്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ സംബന്ധിച്ച് അറിയാമല്ലോ. അതിൽ വ്യവസ്ഥയുണ്ട്. അതിൽ കൂടുതൽ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഭരണഘടനാപരമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. പെർമിഷൻ കൊടുക്കുന്നത് കണ്ടീഷനിലാണ്. ചില മേഖലകളിൽ നിങ്ങൾക്ക് കടമെടുക്കാം, അത് ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആ കണ്ടീഷനിൽ ഇപ്പോഴും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വ്യതിചലിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, 2019 മുതൽ 20 വരെ കടമെടുത്തതിൻ്റെ 3.85% മൂലധന നിക്ഷേപത്തിലേക്ക് വന്നത്. 22-23 കടമെടുത്തതിൻ്റെ 0% മൂലധന നിക്ഷേപം. അപ്പോൾ എന്തിനാ കടമെടുക്കുന്നത്? കടമെടുക്കുന്നത് സാലറി കൊടുക്കാനെന്നുള്ള നിലയിലും പലിശ കൊടുക്കാനെന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അത് അനുവദനീയമല്ല. മാത്രമല്ല ഓഫ് ബഡ്ജറ്റ് ബാറോയിങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആലോചിക്കും, ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റവന്യൂയിലേക്ക് വരേണ്ട പൈസ, മോട്ടോർ ടാക്സിൻ്റെ 50% കിബിയിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിലേക്ക് വരേണ്ടതാണ്. പെട്രോളിയം സെസ് ഏർപ്പെടുത്തി, അത് എവിടേക്കാണ് വരേണ്ടത്? അത് കിബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിബിയിലേക്ക് ഈ സ്റ്റേറ്റിൻ്റെ വരുമാനം വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ഭരണഘടനാപരമായി അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളെ ട്രഷറി പൂട്ടേണ്ട സമയം വരുമ്പോൾ ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് കടമെടുപ്പിച്ച്, യാതൊരു ആവശ്യമില്ലാതെ കടമെടുപ്പിച്ച് ഈ ട്രഷറി കൊണ്ടിട്ട് ട്രഷറിയെ തൽക്കാലം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഇതിലെ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേജിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇത് മോണിറ്റർ ചെയ്യാനൊരു ഫിനാൻഷ്യൽ ഏജൻസി ഈ രാജ്യത്തില്ലേ? അത് എല്ലാ സംസ്ഥാനത്തിനും തുല്യമല്ല, അതിൽ രാഷ്ട്രീയമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രീതിയിൽ ഭരണഘടനാപരമല്ല നിയമപരമല്ലാതെ സംസ്ഥാനത്തെ വലിയ രീതിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഇവിടെ റെസ്ട്രിക്ഷൻ ഭരണഘടനാപരമല്ല എന്നൊന്നും വിധിച്ചിട്ടില്ല. ഈവൻ കോടതി പോലും അത് കണ്ടെത്തിയിട്ടില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ടും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും റിസർവ് ബാങ്കിന് നമുക്ക് കിട്ടിയതല്ലേ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സാങ്കേതികത്വം നിറഞ്ഞ വാദമാണ്.